ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക ഉപ്പേരിയാണ്. ഞാൻ ഇടിയൻ ചക്ക ഉപ്പേരിയുടെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഞാൻ നാളെ ഇട്ടിട്ടാണ് ആ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടിയൻ ചക്കയോടൊപ്പം മുതിര ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് ഇടിയൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പോളം മുതിര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള മുതിരയല്ല, ഞാൻ ഈ ടൈമിൽ എടുത്ത് കഴുകി വെച്ചിട്ടുള്ള മുതിരയാണ്. ഇതിപ്പോൾ തലേ ദിവസം വെള്ളത്തിടാത്ത മുതിരയായ കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 1 മണിക്കൂറോളം ഇതങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് നോക്കാം. ഇതിനൊപ്പം തന്നെ ഇടിയൻ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇടിയൻ ചക്ക നന്നാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള ഇടിയൻ ചക്ക മെഴുക്ക് വരട്ടിയില്ലേ, അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് നന്നാക്കാൻ അറിയാത്തവർക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുതിര കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ആദ്യം ഇടിയൻ ചക്ക വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിയൻ ചക്ക കഷ്ണങ്ങൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇടിയൻ ചക്ക എല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഒറ്റ വിസിൽ പ്രഷറിന് പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഇടിയൻ ചക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഊറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടുക്കിൽ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഇടിയൻ ചക്ക നല്ല പോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഇടിയൻ ചക്ക മാറ്റി വയ്ക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കുക്കറിൽ മുതിരിട്ട് വേവിക്കണ്ടേ. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് മുതിരിട്ട് കൊടുക്കാം. മുതിരിട്ട് കൊടുക്കുമ്പോൾ കല്ല് പെടാണ്ട് ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് ഞാൻ മുതിര മുളപ്പിച്ച് മുതിരയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുതിരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടിയൻ ചക്ക വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുതിരയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഒരു 7 വിസിൽ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മുതിര വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വേവിനാണ് എടുത്തിട്ടുള്ളത്. മുതിര കൂടുതൽ വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കണം. വെന്തിട്ടുമുണ്ട്, എന്നാൽ തീരെ വെന്ത് കുഴഞ്ഞിട്ടുമില്ല. ഇനി ഇത് ഉപ്പേരിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുള്ള കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അതുപോലെ തന്നെ മുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്, മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തുള്ള മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തുള്ള മുളക് പൊടി എല്ലാതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിനൊപ്പം തന്നെ ഇടിച്ച് വെച്ചിട്ടുള്ള ഇടിയൻ ചക്ക കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. വൈറ്റ് റൈസിൻ്റെ ഒപ്പം കഞ്ഞീരൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഇടിയൻ ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.